കടലും പുഴയും ഒത്തിണങ്ങിയ അറബിക്കടലിന്റെ ഓളങ്ങൾ അലതല്ലുന്ന സ്വന്തം നാട്ടിക. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുപോലെ സാന്ത്വനം കൊതിച്ച മുസ്ലിം വീട് തറവാട് നാട്ടിക എന്ന ആ വർണ്ണമനോഹര നാട്ടിൽ ഈ അടുത്ത ദിവസം വിനീതനും പോകാൻ കഴിഞ്ഞു. ജുംഅ നിസ്കാരം കഴിഞ്ഞ് യൂസഫ് അലി സാഹിബിന്റെ കരങ്ങളാൽ പണികയിപ്പിച്ച സുന്ദരമായ നാട്ടിക ജുമാ മസ്ജിദിന്റെ ഓരത്തുകൂടെ ഇങ്ങനെ നടന്നു. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്കോലി കേൾക്കുമ്പോൾ പുണ്യ ബിലാലിനെ ഓർക്കും ഞാൻ എൻ്റെ കൽബില്. അടിമത്തം പേറും ബിലാലും സത്യം നുണയുന്നു, അരുമാ മുഹമ്മദിൻ ഒറ്റ തോഴനായി തീരുന്നു. മൈലാഞ്ചി ചെടികളുടെ മീസാൻ കല്ലിനടുത്തുകൂടെ നടന്നപ്പോൾ ആ പുണ്യനാമം കാണാൻ കഴിഞ്ഞു. അബ്ദുൽ ഖാദർ ഹാജി, യൂസഫ് അലി സാഹിബിന്റെ പ്രിയപ്പെട്ട ഉപ്പ. അന്തിയുറങ്ങുന്ന മണ്ണ്. കൂടെ വന്നവർ ആരോ പറഞ്ഞു, നാടിന്റെ ദീനീ ദഅവത്തിലൊക്കെ മുന്നേ നടന്ന മഹാൻ. ഇന്നും അബ്ദുൽ ഖാദർ ഹാജി എന്ന ആ മഹാനെ ഓർത്തു പോവുകയാണ്. അപ്പുറത്ത് ഉമ്മ എന്ന സുഹൃതം ഇത്തുമ്മയും ശാന്തമായി ഉറങ്ങുന്നു. മുസ്ലിം വീട്ടിലെ തറവാട്ടിൻ മുറ്റത്ത് ഇത്തുമ്മയുടെ സ്നേഹം നുകരാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. പാവം മുത്തല്ലിമുകൾക്കെന്നും തണലായി നിന്നവർ, ജാതി മതങ്ങൾക്കപ്പുറം എല്ലാരെയും ഒന്നായി കണ്ടവർ. അബ്ദുൽ ഖാദർ ഹാജിയുടെയും സഫിയ ഇത്തുമ്മയുടെയും ആദ്യത്തെ കൺമണി. അരനൂറ്റാണ്ടിന്റെ പ്രവാസ ജീവിതത്തിൽ തികഞ്ഞ മതഭക്തിയും ആത്മവിശ്വാസവും സമർപ്പണ മനോഭാവവും കഠിനാധ്വാനശീലവും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയും കിനാവിന്റെ നൂലുകൊണ്ട് നെയ്തെടുത്ത കസവ് തട്ടം നിക്കാഹിന്റെ പരിശുദ്ധിയേകിയ പ്രിയപത്നി ഷാബിറ ബീവിയുടെ സ്നേഹത്തലോടലും പിന്തുണയും ലോകരാജ്യങ്ങളിൽ ആ നാമം സ്നേഹത്തിന്റെ നൂലിനാൽ തുന്നിച്ചേർത്ത മഹാൻ. ഈ തുമ്മയുടെ കൈനീളും അത് കനിവിന്റെ ഉറവയുമാണല്ലോ. ആ ഉദരത്തിൽ ജന്മം കൊണ്ടത് യൂസഫ് അലി തൻ സുഹൃതവുമല്ലോ. ദീനിൻ പാതയിൽ ജീവിതരേഖ തീർത്ത പിതാവ് അബ്ദുൽ ഖാദർ. നാദാ മഗ്ഫിറത്തേകിടണം നീ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്ക്. മനുഷ്യരെ ചേർത്തൊരു മനുഷ്യൻ നമുക്ക് പറയാം നാട്ടികക്കാരൻ. 75,000 ജോലിക്കാർ അഥവാ
75,000 കുടുംബം, ആശ നഷ്ടപ്പെട്ടവർ, ആശ്രയമില്ലാത്തവർ ആ തണലിൽ ഇന്നും അന്തിയുറങ്ങുന്നു. വേദനയാതന പറഞ്ഞിടുമ്പോൾ അലിഞ്ഞു പോകും ഹൃദയമല്ലേ, മനുഷ്യരെ ചേർത്തൊരു മനുഷ്യൻ നമുക്ക് പറയാം നാട്ടികക്കാരൻ. അബ്ദുൽ ഖാദർ ഹാജിയും ഹജ്ജും മാസഫിയാതൻ പുത്രനും അവര്. ജാതി മതത്തിൻ കണക്കു പറയാൻ കരുതിയില്ലൊരു കണക്കു ബുക്ക്. ഇനിയും ഈ ദുനിയാവിനു വേണം എം.എ. യൂസഫ് അലി പോൽ ജന്മം. ദയാലുവാമാ സമൂഹ ജീവി കഥായിടേണം വിശുദ്ധ നാമം. നാട്ടികക്ക് പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ട്. നാടിന്റെ മൺതരികൾക്ക് പോലും ഉണ്ടാവും പാടാനും പറയാനും. പറഞ്ഞാലും തീരാത്ത കാരുണ്യത്തിന്റെ മഹാമനസ്സിന് സർവൈശ്വര്യങ്ങളും നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ യൂസഫ് അലി എന്നുള്ളൊരു നാമം ലോകം മുഴുവൻ പ്രസിദ്ധമല്ലേ. അനുദിനമാ മഹീത ജന്മം നമുക്കു നൽകും മികച്ച പാഠം. വിനയാനിതന ചിരിയുടെ വദനം മനസ്സുകളിൽ കുടിയേറിയ നാമം. ലോകമിൽ മലയാളത്തിന് യശസ് തുന്നിച്ചേർത്തൊരു പൂമാനാണേ. പറഞ്ഞിടാനുണ്ടൊരുപാടിനിയും പറഞ്ഞു തീരില്ലൊരിക്കലുമേ. മനുഷ്യരെ ചേർത്തൊരു മനുഷ്യൻ നമുക്ക് പറയാം നാട്ടികക്കാരൻ.